ആളുകൾ പുറത്തുനിന്ന് കയറി വന്ന് ഫ്രിഡ്ജാണ് തുറക്കുക, ബോട്ടിലിന് എടുക്കുക, അങ്ങോട്ട് തുറക്കുക, ഒരൊറ്റ ഒഴിക്കലാണ്. അതങ്ങോട്ട് തീരലാ കണക്ക്. കള 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 കളന്നാണ് പോകും. നമ്മളെ കുട്ടികളും എല്ലാവരും അങ്ങനെയാണ് കുടിക്കുക. ദാഹമൊക്കെ തീർന്നിട്ടാ പിന്നെ ആലോചിക്കായിന്ന്. അള്ളാന്റെ റസൂൽ എന്താ പറഞ്ഞത്? നിങ്ങൾ വെള്ളം കുടിക്കുകയാണെങ്കിൽ നിർത്തി നിർത്തി കുടിക്കണം, ശ്വാസം വിട്ട് കുടിക്കണം. അപ്പം അങ്ങനെ ശ്വാസം വിട്ട് കുടിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്ലാസ്സിലേക്ക് വെള്ളം എടുത്തിട്ട് നമ്മളിങ്ങനെ അതിൽ തന്നെ അങ്ങനെ ശ്വാസം വിടരുത്. അപ്പം എന്ത് ചെയ്യണം? കുറച്ച് കുടിക്കുക, ഗ്ലാസ് മാറ്റി വെക്കുക, വായിൽ നിന്നും മൂക്കിൽ നിന്നും മാറ്റി പിടിക്കുക, ശ്വാസം വിടുക. കാരണം ആ കുടിക്കുന്ന അവസരത്തിൽ തന്നെ അവൻ്റെ വായിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന, മൂക്കിലൂടെ അവൻ ശ്വസിച്ചു കൊണ്ടിരിക്കുന്ന ഉച്ഛ്വാസ വായു, അവൻ ബ്രീത്ത് ചെയ്യുമ്പോൾ അതവൻ കുടിക്കുന്ന പാനീയത്തിൽ വരുന്നത്, അവൻ കഴിക്കുന്ന ഭക്ഷണത്തിൽ വരുന്നത് ആരോഗ്യപരമായി തന്നെ തകരാറുണ്ട് എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ലല്ലോ. ആർക്കും സംശയമില്ലല്ലോ. അതാണല്ലോ ചൂടുണ്ടെങ്കിൽ നിങ്ങൾ ചൂടോടുകൂടി ഭക്ഷണം കഴിക്കണ്ട എന്ന് പറയുന്നത്. പിന്നെ എന്ത് ചെയ്യണം? മറ്റൊരു ഗ്ലാസ്സിലേക്ക് പകർന്നുകൊണ്ട് ആറ്റി കുടിക്കണം. അല്ലെങ്കിൽ ഇങ്ങനെ കാണിച്ചിട്ട് അതൊന്നിങ്ങനെ കുറച്ച് തണുപ്പിക്കാൻ നോക്കണം. അല്ലെങ്കിൽ ഫാനുള്ളടത്ത് എ സിയുള്ളടത്തൊക്കെ ഒന്നിങ്ങനെ അടുത്തൊക്കെ വെച്ചിട്ട് അങ്ങനെ ചെയ്യണം. എന്നാലും എന്ത് ചെയ്യരുത്? അതിലിങ്ങനെ ഊതി കുടിക്കരുത്. എന്തെങ്കിലും അതിൽ ചെറിയ കരടോ പ്രാണിയൊക്കെ വീണിട്ടുണ്ടെങ്കിൽ ഊതിക്കളയാതെ കൈകൊണ്ട്, വൃത്തിയായിട്ടുള്ള കൈകൊണ്ട്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വസ്തുക്കൾ അല്പം ചരിച്ചിട്ടോ ഒക്കെ നോക്കൂ. നിങ്ങൾ എന്താണ് ഈ ഇസ്ലാമിന് പറയാൻ ബാക്കി? കുടിക്കുന്ന പാനീയം, കഴിക്കുന്ന ഭക്ഷണം, അതിലേക്ക് ശ്വാസം വീഴ്ത്തുന്ന ആ ഒരു രീതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒഴിവാക്കാൻ പറഞ്ഞു. ഇസ്ലാം എന്ത് പറഞ്ഞു? കുടിക്കുന്ന വെള്ളത്തിൽ നിങ്ങൾ ഊതണ്ട. അതിലേക്ക് തനഫസ എന്ന് പറഞ്ഞ ബ്രീത്തിങ് ആണ്. ഇനി നഫ്ഹും വിരോധിച്ചിട്ടുണ്ട്. അതിലേക്ക് ഊതരുത്. നമ്മൾ ചൂടാറ്റി കുടിക്കാൻ വേണ്ടി ഇങ്ങനെ ഊതി കുടിക്കുക, ആ വിധത്തിലൊക്കെ ഉള്ളത് ഇസ്ലാം നമുക്ക് വിരോധിച്ചിരിക്കുകയാണ്. അങ്ങനെ ചെയ്യരുത്. അതേ അവസരത്തിൽ പിന്നെ ഇത് ഊതുന്ന കാര്യത്തിൽ മാത്രമല്ല വിശ്വാസികളോട് ശ്രദ്ധിക്കാൻ പറഞ്ഞത്, ഒരാൾ തുമ്മുന്ന വേളയിൽ പോലും അതൊന്ന് അടക്കി പിടിക്കാൻ ഇസ്ലാം എന്തുകൊണ്ടാണ് പറഞ്ഞത്? അപ്പം നമ്മൾ കൊറോണ കാലഘട്ടത്തിലാണ് ഇതൊക്കെ നന്നായി പഠിച്ചത്. കൊറോണയുടെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആളുകൾ തുമ്മുമ്പോൾ, ശ്വാസമയക്കുമ്പോൾ, അതുകൊണ്ടൊക്കെ ഇവിടെ സംഭവിക്കുന്ന ഒരു തുമ്മലിലൂടെ പുറത്തേക്ക് നമ്മൾ തള്ളിക്കൊണ്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് രോഗാണുക്കളെ മൈക്രോസ്കോപ്പുകളുടെ സഹായത്തോടുകൂടെ നമുക്ക് വലുതാക്കി കാണിച്ചു തന്നിരുന്നു. നമ്മൾ കണ്ടിരുന്നു. എന്നിട്ട് അതിങ്ങനെ റൂമിൽ പോയിട്ട് ചുമരുമ്മ തട്ടി നേരെ ഇങ്ങോട്ടെന്നെ വന്ന് നമ്മളെ കയ്യമ്മൽ നമ്മൾ നമ്മൾ കയ്യിലേക്കാണ് തുമ്മുമ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഫോൺ പിടിക്കുന്നു. അതുപോലെ നമ്മൾ ആ ഡോറിൻ്റെ ഹാൻഡ് ലോക്ക് പിടിക്കുന്നു. അത് വേറൊരാൾ വന്ന് പിടിക്കുന്നു. എന്തൊക്കെയാ നമ്മൾക്ക് കാണിച്ചു തന്നത്? കുറച്ച് പർവ്വതീകരിച്ചതാണെങ്കിലും അതിലൊക്കെ ഒരു വശങ്ങളില്ലേ? സ്വാഭാവികമായിട്ടും അതിലുണ്ടല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ ഇസ്ലാം എന്തു പറഞ്ഞു? ഇസ്ലാം മനുഷ്യരോട് പറഞ്ഞു, നിങ്ങൾ അങ്ങനെ ഉപദ്രവം ഉണ്ടാക്കുന്ന നിലക്ക്, മനുഷ്യന് പ്രയാസം ഉണ്ടാക്കുന്ന നിലക്ക്, അത് താൻ കുടിക്കുന്ന പാനീയത്തിലേക്കോ വെള്ളത്തിലേക്കോ ആണെങ്കിലും, മറ്റൊരാൾക്ക് കുടിക്കുന്ന പാനീയത്തിലേക്കോ വെള്ളത്തിലേക്കോ ഒക്കെ ആണെങ്കിലും അങ്ങനെ ശ്വാസം അയക്കുന്നതും മറ്റു കാര്യങ്ങളും ഒക്കെ ശ്രദ്ധിക്കണം. അതൊക്കെ ഇസ്ലാമിന് വലിയ കൃത്യവും കണിശവുമായ വ്യക്തമായ നിലക്കുള്ള നിയമങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ തുമ്മിയിട്ട് നമ്മളെ കയ്യിൽ നമ്മളെ കഫത്തിൻ്റെ ഇതൊക്കെ നമ്മൾ കഴുകിയിട്ടില്ല. നമ്മൾ ആ കൈ കൊണ്ട് ഒരാളെ ഷൈക്കൻ്റെ കൊടുക്കാൻ നമ്മൾ അറിഞ്ഞുകൊണ്ട് പോകരുത്. ഷൈക്കൻ്റെ സ്വീകരിക്കുന്ന ആൾക്കത് അറിയില്ലല്ലോ. നമ്മളിപ്പോൾ തുമ്മിയിട്ട് ഇങ്ങോട്ട് തുടച്ചിട്ടുണ്ടാവും. ഈ തുടച്ചിട്ട് ഇതും കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്? പള്ളിയിൽ നേരെ കാർപ്പറ്റിലേക്കാണ്, സുജൂദിലേക്കാണ് പോവുകയാണ്. ആ സുജൂദിൻ്റെ സ്ഥാനത്താണ് രണ്ടാമത്തെ സുജൂദാവുമ്പോൾ അപ്പുറത്തുള്ളവൻ കൈവെക്കണത്. അല്ലെങ്കിൽ നമ്മൾ ആ കൈ വെച്ചോടത്താണ് വേറൊരാൾ വന്നിട്ട് സുജൂദ് ചെയ്യുമ്പോൾ അയാളെ മൂക്ക് വെക്കണത്. ഇതൊന്നും അറിഞ്ഞുകൊണ്ട് ഒരാൾ ചെയ്യാൻ പാടില്ല, ഈ കാലഘട്ടത്തിലൊക്കെ പ്രത്യേകിച്ചും. ഇന്നൊക്കെ എന്തൊക്കെ സംവിധാനങ്ങളുണ്ട്. ഒരു കയ്യിലൊരു ടിഷ്യൂ കൈ പിടിച്ചൂടെ? എന്താ തുമ്മുമ്പോൾ അതിലേക്ക് തുമ്മിയാൽ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇങ്ങനെ തുമ്മാൻ പറഞ്ഞില്ലേ, എന്നാലും നമ്മളെ കയ്യുമാകുന്നില്ല, പള്ളിയിലാകുന്നില്ല. ഇതൊക്കെ പലയിടങ്ങളിലും ആരോഗ്യവകുപ്പ് പറഞ്ഞു കഴിഞ്ഞു. കാർപ്പറ്റ് സിസ്റ്റം മാറ്റലാ നല്ലത്, വിനോളി സിസ്റ്റാ നല്ലത്. ക്ലീനാക്കിയാൽ ക്ലീനാവുമല്ലോ, കാർപ്പറ്റിൽ എത്ര ക്ലീനാക്കിയാലും ക്ലീനാവൂലല്ലോ എന്നൊക്കെ അഭിപ്രായങ്ങൾ ഇന്ന് ആരോഗ്യ മേഖലയിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത്രത്തോളം സൂക്ഷ്മതയ്ക്കുന്ന ആളുകൾ ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് എല്ലാം കൂടി ഇപ്പം നമുക്ക് ശ്രദ്ധിക്കാനാവില്ലെങ്കിലും അവനവൻ്റെ കാര്യം ശ്രദ്ധിച്ചൂടെ? ഞാൻ അറിഞ്ഞുകൊണ്ട് എനിക്കൊരു ജലദോഷമുണ്ട്, അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ ഞാൻ തുമ്മിയതിൻ്റെയോ അല്ലെങ്കിൽ ചുമച്ചതിൻ്റെയോ ഒക്കെ പാടുകളുണ്ട്, അത് ഞാൻ കഴുകാതെ, സോപ്പിട്ട് കഴുകാതെ വേറൊരാൾക്ക് പോയിട്ട് നമ്മൾ അറിഞ്ഞുകൊണ്ട് ഷൈക്കൊണ്ട് കൊടുക്കണ്ട. ഷൈക്കൻ്റെ കൂട്ടത്തിലേക്ക് ഒന്നും വരാമല്ലോ, ഒരു സുന്നത്തല്ലേ. അയാൾക്ക് നമ്മളായിട്ട് എന്തിനാ ഒരു അങ്ങോട്ട് പകർന്നു കൊടുക്കണത്? അറിഞ്ഞുകൊണ്ട്. അതൊക്കെ ഇപ്പോൾ സംഭവിക്കുക. നമ്മളങ്ങനെ സംഭവിച്ചു, നമ്മളെന്നെ മറന്നിട്ട് നമ്മളെ കണ്ണിൽ തന്നെ നമ്മൾ തോണ്ടും, നമ്മളെ മൂക്കിൽ തന്നെ കൈയിടും, നമ്മളെ വായിൽ തന്നെ കൈയിടും. അതൊക്കെ വേറെ വിഷയമാണ്. നേരെ മറിച്ച് അറിഞ്ഞുകൊണ്ട് അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ വേഗം എന്താ നമ്മൾ വേണ്ടത്? സോപ്പിട്ട് കൈ കഴുകണം. അതൊക്കെ ഒരു നല്ല സിസ്റ്റാണ്, ഇസ്ലാം പറഞ്ഞതാണ്, വൃത്തി ഇസ്ലാമിൻ്റെ ഭാഗമാണ്. അപ്പം അതൊക്കെ നമുക്ക് മാത്രമല്ല മറ്റുള്ളവരിലേക്കും ഒരു ഷർറ് പടരാതിരിക്കാൻ വിശ്വാസികൾ എപ്പോഴും എന്ത് ചെയ്യേണ്ടതുണ്ട്? ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത്
വളരെ കൃത്യമായി തന്നെ ഈ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് വ്യക്തമായി തന്നെ പഠിപ്പിച്ചു തന്നിരിക്കുകയാണ്. കണ്ടോ, ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ല എത്ര നൂറ്റാണ്ട് കാലം മുമ്പ് ജീവിച്ച മഹാനാണ്. അദ്ദേഹം പറയുന്നത് നോക്കൂ, വഹാദൻ നഹിയു ലിത്തഅദ്ദുബി, ഇത് മുസ്ലിമീങ്ങൾക്ക്, ഇത് വിശ്വാസികൾക്ക് അള്ളാഹു അദബ് പഠിപ്പിക്കുകയാണ്. എന്തിനുള്ള അദബ്? ലി ഇറാദത്തിൽ മുബാലഗ ഫിൻ നളാഫ, വൃത്തിയുടെ കാര്യത്തിൽ അങ്ങേയറ്റം കെയർഫുൾ ആയിരിക്കണം ഒരു മുസ്ലിം. ഇത് ഏത് കാലത്താ പറയണത് നോക്കണം. ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാ ഫത്ഹുൽ ബാരിയിൽ പറയാണ്. അപ്പോൾ വിശ്വാസി അത്രത്തോളം കണ്ടോ, ഇത് അദ്ദേഹം പറയണ, ഇനി നോക്ക്, ഖദ് യഖ്റുജു മഅൻ നഫസി, അവൻ്റെ ആ വായുവിലൂടെ പുറത്തു വരാൻ സാധ്യതയുണ്ടല്ലോ, ബുസാഖ്, തുപ്പുനീര് വരും, ഔ മുഖാത്തുൻ, അല്ലെങ്കിൽ മൂക്കട്ട എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ ഇതുണ്ടല്ലോ മൂക്കിൽ നിന്നൊരിക്കുന്ന അത് വരാം, ഔ ബുഖാറുൻ റദിയുൻ, അല്ലെങ്കിൽ മോശപ്പെട്ട ഏതെങ്കിലുമൊക്കെ വായു അവൻ പുറത്തേക്ക് വിടുന്നുണ്ട്, അങ്ങനെ അത് ചീത്തയായ മണം പോലും പുറത്തേക്ക് വിടുന്നുണ്ട്. ഫയതഖദ്ദറു ബിഹാ ഹുവ ഔ ഗൈറുഹു, അവനിക്ക് പോലും അത് വിഷമാണ്. നമ്മൾ തുമ്മുമ്മ വരുന്നൊരു മണമുണ്ട്, തനിക്ക് തന്നെ സഹിക്കാനാകുന്നില്ല, പിന്നെ മറ്റുള്ളവർക്ക് അത് സഹിക്കാൻ കഴിയുമോ? അതല്ലേ വെള്ളത്തിലേക്ക് പോകുന്നത്, അതല്ലേ ഭക്ഷണത്തിലേക്ക് വീഴുന്നത്. അപ്പൊ ശ്രദ്ധിക്കണ്ടേ. ഇത് കൊറോണ എന്നും വരുന്നതിൻ്റെ ഒക്കെ ഉള്ള മുമ്പുള്ള കാലത്ത് പറഞ്ഞത്. ഇത് ഹിജറ ഏത് കാലത്താ? 7-ാം നൂറ്റാണ്ടിൽ 6-ാം നൂറ്റാണ്ടിലൊക്കെ പിന്നെ ഹിജറ 600-ൻ്റെ 700-ൻ്റെ ഒക്കെ കാലത്ത് ജീവിച്ച മഹാനാണ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാ. എത്ര വ്യക്തമാണ്. അപ്പം ഇസ്ലാമിന് ഈ കാര്യത്തിലൊക്കെ വളരെ കണിശവും വ്യക്തവുമായ നിയമങ്ങളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതിൽ ഊതലും നിരോധിക്കപ്പെട്ട കാര്യം തന്നെയാണ് എന്ന്. അപ്പോൾ ഇതൊന്നൊരു ഹറാമാണെന്ന് പറയാനാവില്ലെങ്കിലും ഇതൊക്കെ ഒരു വിശ്വാസികളുടെ അവരുടെ മര്യാദ എന്നുള്ള നിലക്ക് അവർ പാലിക്കേണ്ട സംഗതികൾ തന്നെയാണ്. അതൊക്കെയാണ് ഇസ്ലാമികമായിട്ട് അതിൻ്റെ ഒരു മര്യാദയായിട്ട് അവരെപ്പോഴും അവരുടെ ജീവിതത്തിൽ അവർ കാത്തു സൂക്ഷിക്കണം.